വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇതേ എന്റെ കല്യാണ ബ്ലൗസ് നമ്മൾ പുതുക്കി പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കിട്ടി കേട്ടോ. അപ്പൊ ഇതാണ് പഴയ ബ്ലൗസ്. ഇതിലെ കൈ ഒന്ന് പട്ട് മാറ്റി ഇതിലോട്ട് വെച്ച് തച്ചു. ഇപ്പൊ ഇടാൻ പാകത്തിന്, ഇപ്പം തടിച്ചായല്ലോ. പക്ഷെ എങ്കിലും ഈ ബ്ലൗസ് അവിടെ വെട്ടി മാറ്റി വെച്ച്. എന്നാലും എനിക്കൊരു സങ്കടം, ഞാൻ അതുകൊണ്ട് വെട്ടിയിട്ട് ഇത് തിരിച്ചെടുത്തോണ്ട് വന്നു ഈ തുണി കേട്ടോ. നമുക്ക് ജീവിതത്തിൽ പ്രിയപ്പെട്ട ചില സംഭവങ്ങളിൽ ഒന്നാണ് കല്യാണ സാരി ഒക്കെ. അപ്പൊ ഇതിൽ വേറെ വർക്കൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. ഈ ജസ്റ്റ് പട്ട് മാത്രം മാറ്റി തച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ആ സാരിക്ക് പണ്ടത്തെ മോഡൽ സാരി അല്ലേ, 10 വർഷം മുമ്പുള്ള. അപ്പൊ അതില് കല്ല് ഇപ്പോഴത്തെ പോയിട്ട് ഒന്നും വെച്ച് തയ്ക്കണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഭംഗി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളും നാളത്തെയും കൂടിയിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. 10 വർഷമായി ഈ സാരി ഉടുത്തിട്ട്. അന്ന് കല്യാണത്തിന്റെ അന്ന് ഇത് ഉടുത്ത് നിന്നപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു. അപ്പൊ നാളെ നമുക്ക് സന്തോഷമായിട്ട് ഇതൊന്ന് ഉടുത്ത് നിൽക്കണം. പിന്നെ അതുപോലെ ഈ കല്യാണ സാരി എല്ലാവരും ഈ 7-ാം മാസം വിളിച്ചുകൊണ്ട് പോകാൻ ചടങ്ങിന് ഉടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഞങ്ങളങ്ങനെ ചടങ്ങായിട്ടൊന്നും നടത്തിയില്ല. പൊന്നൂന്റെ മോനൂട്ടന്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ നടത്താം. അപ്പൊ അതുകൊണ്ട് സാരി ഉടുത്തിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങ് വിഷമാണ്, ഒന്നുകൂടെ ഉടുക്കണം. അപ്പൊ എന്തായാലും 10 വർഷമായ ഈ വേളകളിൽ നമുക്ക് സാരിയൊക്കെ ഉടുത്ത് ഷാദാന്റെ പഴയ ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അണ്ണൻ ഇടാൻ ഭയങ്കര നാണക്കേടാ. അണ്ണൻ പറയാം ഇപ്പോഴത്തെ കാറ്ററിംഗുകാരാ സാരമില്ല, എന്നാലും ഞാനത് ഇടിപ്പിക്കും, ഫോട്ടോ ഇടിപ്പിക്കും. പക്ഷെ അണ്ണൻ പറഞ്ഞ ആ കോട്ട് ഇപ്പം കാറ്ററിംഗിന് പോകുന്ന ആൾക്കാരാ ഇടുന്നത്, ഞാൻ ഇനി അത് ഇടണോന്നൊക്കെ. പക്ഷെ ഒരു ദിവസത്തേക്ക് ഇട്. അപ്പൊ നമ്മള് ഇനി പോകുന്നതെന്ന് വെച്ചാല് എന്റേതേ പണ്ടത്തെ കല്യാണ ഫോട്ടോ കണ്ടോ, ഇതിനകത്തുള്ള പഴയ മോഡൽ. ആ സ്വർണ്ണമൊന്നും ഇപ്പൊ ഇല്ല. ഉള്ളതെന്ന് വെച്ചാൽ ഈ കല്യാണത്തിന്റെ പേരെഴുതിയ വെഡിങ്ങിന്റെ റിങ്ങും പിന്നെ അതുപോലെ താലിമാലയും മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഒന്നും ഇല്ലല്ലോ, നമുക്കെല്ലാം കൊടുത്തല്ലോ. അപ്പൊ അതേ മോഡൽ തന്നെ നമുക്ക് റെന്റിനെടുത്ത് ചെയ്യാന്നാണ്. അപ്പൊ ഈ സാരിക്ക് പഴയ മോഡൽ ഓർണമെന്റ്സ് തന്നെയാണ് സ്യൂട്ട് ആവുന്നത്. ഇപ്പോഴത്തെ പുതിയ മോഡലൊന്നും സെറ്റ് ആവില്ല. അപ്പൊ അതുപോലത്തെ സാധനങ്ങൾ തപ്പി നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി എവിടെ റെന്റിന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും 25 പവന് 8,000 സംതിങ് രൂപയാണ് ഒരു ഗ്രാമിന് കേട്ടോ വരുന്നത്. അപ്പം 22,000-27,000 രൂപയ്ക്കായിരുന്നു ആ സമയത്ത്. എനിക്ക് ഓർമ്മ നിൽക്കുന്ന സമയത്ത് ഒരു പവന് കേട്ടോ. എന്തായാലും അപ്പം നമുക്ക് ഇനി ടൗണിൽ പോയി മഴ വരുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി അന്വേഷിക്കാം. പൂ വാങ്ങണം. പിന്നെ ശാന്താന്റെ താടിയൊക്കെ ഞാൻ പറഞ്ഞു പണ്ടത്തെ പോലത്തെ താടി ഇതുപോലെ ആക്കാൻ. പക്ഷെ മുടിയില്ലാത്തതുകൊണ്ട് ആ താടി മാത്രം വൃത്തിയായി. പക്ഷെ എനിക്ക് അണ്ണം പണ്ടത്തെ പോലെ ഇരിക്കണം എന്ന് ആഗ്രഹം. അതിന് ഈ വയറൊക്കെ ഒന്ന് അകത്തോട്ടൊക്കെ തള്ളണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നടക്കില്ല ഒരു ദിവസം കൊണ്ട്. ആ പോട്ടി സാരമില്ല. ഞാൻ വണ്ണം വെച്ചു. അതെ, വണ്ണം വെച്ചു. പിന്നെ അതുമല്ല ആ പണ്ടത്തെ ആ ഫോട്ടോയിൽ ആ ക്യൂട്ട്നെസ് ഒക്കെ അങ്ങ് പോയി. നമുക്ക് പോട്ട് സാരമില്ല. അല്ല, അടുത്ത 10 വർഷവും വളരെ പെട്ടെന്ന് കടന്നു പോകും, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ബന്ധുക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 26-ാം തീയതി നമുക്ക് പരിപാടിയുണ്ട്, ഇന്ന സ്ഥലത്ത് വരണമെന്നൊക്കെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ ബാക്കി ഒരുക്കങ്ങൾ, ഷോപ്പിംഗ്, ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഇറങ്ങാം ഫ്രണ്ട്സ്. പൊന്നൂസിനെ മോണ്ടനും വേണ്ടി ഒരുക്കി സെറ്റാക്കി നിർത്തിയേക്കാം. അപ്പൊ നമുക്കിനി കടകളിൽ പോയി കടയിൽ ചോദിക്കണമല്ലോ ഏത് കടയിലാണ് നമുക്ക് റെന്റിന് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. ഇറങ്ങാം. ഇത് ഞാൻ അകത്ത് കൊണ്ടുപോയിക്കട്ടെ, ഇതിന്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് എന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ബാ. അപ്പൊ അതേ നമ്മള് ടൗണിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് മുത്തുമണീസ്. അപ്പൊ നമ്മുടെ പൊന്നൂസിന് ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡാൻസ് കളിക്കാൻ. അപ്പൊ മോനുകുട്ടനും പൊന്നൂസുമായിട്ടുള്ള ഡാൻസ് ഉണ്ടല്ല. പൊന്നൂസ് ആണ് പഠിപ്പിക്കുന്നത്. അതെ, അണ്ണന്റെ സ്പെഷ്യൽ ഒരു ഡാൻസ് ഉണ്ട്. പിന്നെ മോനൂട്ടനും പൊന്നൂസും ഇവരുടെ രണ്ടുപേരുടെ ഒരു റൊമാൻറ്റിക് സോങ് ഡാൻസ്. അത് ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ അണ്ണേ. പാട്ടും സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ട് ചെയ്യണം, പഠിക്കണം. മോനൂട്ടനെ അണ്ണ എന്ന പാട്ട് പാടൂ. കളിച്ചോളെ. പിന്നെ മോനൂട്ടന്റെ പൊന്നൂസ് 2 ഡാൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് കളിക്കും. പൊന്നൂന് പിന്നെ അല്ലാതെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 3-4 സോങ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പഠിപ്പിക്കണം. അങ്ങനെ അല്ലറ ചില്ലറ കലാപരിപാടികൾ. അപ്പൊ ഇതേ നമ്മള് പുനലു ടൗണിലെത്തി. ഇനി ഏതെങ്കിലും ഒരു കട തപ്പി പിടിക്കാൻ നമുക്ക്. ചിലപ്പോൾ ഒരു കടയിൽ ചോദിക്കുമ്പോൾ കാണത്തില്ല, 2-3 കടയിൽ അന്വേഷിക്കേണ്ടി വരും. നോക്കാം. എന്തായാലും നമ്മുടെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരക്കി പോകുമ്പോൾ അതിനൊരു ബോറടി കാണത്തില്ല. കാരണം ആഗ്രഹം നടക്കണമല്ലോ. അപ്പം ഇനി കടയിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ
ഇത് താഴെ വശത്ത് നിൽക്കണം. അവിടെ ഒരു കടയുണ്ട് കേട്ടോ, ബോംബെ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാം ആദ്യം. ഈ ടൈപ്പിലുള്ള സാധനം കരേട്ട പൊന്നൂസിന്റെ സ്കൂളിലെ ഈ സൈഡിലുള്ള സംഭവം തിരക്കി നമ്മൾ പോകുന്ന രണ്ടാമത്തെ കടയാണേ. അതാണ്ട് ഈ ഈ കട ചോദിച്ചു നോക്കാം. റെന്റിന് കുറെ കിടപ്പുണ്ട്. റെന്റ് കൊടുക്കുമോ നമുക്ക് അറിയത്തില്ലല്ലോ. ആദ്യമായിട്ട് പോയി നമുക്ക് സംസാരിച്ച് നോക്കുമ്പോഴേ പാദരക്ഷകൾ പുറത്തിടുകയാണേ. റെന്റിന് കൊടുക്കുമോ? നമുക്ക് ദാണ്ട ചേച്ചി ഈ ടൈപ്പിലുള്ള ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. പണ്ടത്തെ കല്യാണത്തിൻ്റെയാ. അപ്പം ഈ ഒരു മോഡൽ വരുന്ന മാല വേണം. 1 2 3 പണ്ടത്തെ മാലകളാ. ഏകദേശം അതുപോലെ മതി. പുതിയ മോഡല് അത് ഓക്കെ. മേളിലൊക്കെ ഇടുന്നത് തപ്പിപ്പിടിക്കും. ആരെ എന്നെയോ പോണോ? ഇതുപോലെ തന്നെ വേണോന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അത് ഗോൾഡ് ആയിരുന്നല്ലോ, നമുക്കിപ്പോ അത് പറ്റത്തില്ല. പക്ഷെ അതുപോലെ ഏകദേശം ഒരു സാമ്യമൊക്കെ മതി. ഇത് ഏകദേശം ആണ്ട ഇത് അത് ഓക്കെയാണ്. ഇതാണ്ട് ഏകദേശം ഇതാണ് ഏകദേശം ഈ മാല. ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസം. അങ്ങനെ നമ്മൾ വാശി പിടിക്കണമെങ്കിൽ അവസാനം സ്വർണം പണിയിപ്പിക്കേണ്ടി വരും. ഇത് ഒന്ന് ഓക്കെ. പിന്നൊന്ന് നോക്കി ചേച്ചി. ചേച്ചി ഞാൻ ഫോട്ടോ കാണിച്ചല്ലോ, അതുപോലെ ഒന്ന് നോക്കൂ. ഇതാ ചേച്ചി, അത് ഏറ്റവും താഴെ ഇടാനുള്ള ലോങ്ങോ. ഞാൻ ഫോട്ടോ കാണിച്ചു തരുന്ന ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ മാത്രമാണ് പാവം ഞാൻ. അപ്പൊ ഇത് ഒരെണ്ണം, ഇത് സെറ്റാ ചേച്ചി. ഇതിന് നടുക്കിടാനൊരു കൊച്ചുമാലക. അതിന്റെ തന്നെ ഒരു ചെറുതുപോലെ മതി. കുറച്ച് ലോങ് പോലെ കിടക്കുന്നത്. ഇതൊന്നും എടുത്തേച്ചി. നീ വീഡിയോ പിടിച്ചാ ഞാൻ ഇപ്പൊ തപ്പി പിടിച്ചുതരാം. ആണോ? നിക്കേ, ഈ ഏകദേശം സെയിം അല്ലെങ്കിലും അതുപോലുള്ളൊരു മാല കിട്ടി. അത് വേറെ ആയിരുന്നു. അതുപോലെ നോക്കട്ടെ ചേച്ചി. നമ്മൾ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് ഇത്രയും തിരക്ക് വന്നതെന്ന് അറിയില്ല കേട്ടോ. എവിടെ പോയാലും അങ്ങനെയാണ്. ആ പോകുന്ന സമയത്ത് ആരും കാണില്ല, പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഫോട്ടോയിലുള്ള പോലത്തെ മാലകൾ നോക്കി ഒരു 3 എണ്ണം കിട്ടി. പിന്നെ ഇത്രയും വലിയ താഴെ കിടക്കുന്ന മാല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ അതുപോലെ അല്ലല്ലോ. ആ സമയത്ത് നമ്മൾ പൊലിപ്പത്തിന് എടുക്കും, എന്നാലും ഇത്രയും പൊലിപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ മാലയങ്ങ് മാറ്റി. പിന്നെ ഒരു സിമ്പിൾ എടുത്തു. നമുക്ക് എന്തെങ്കിലും ആയാലും ഈ ചരട് കൊണ്ടിട്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ എന്തായാലും എനിക്ക് ഏകദേശമൊക്കെ സെറ്റായി. എന്നാലും കറക്റ്റ് അതുപോലുള്ള ഒരിക്കലും കിട്ടില്ലല്ലോ. ഏകദേശം ഈ 3 മാല സെറ്റായിട്ടുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ അലഞ്ഞ് വലഞ്ഞ് രാവിലെ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു എനർജി ഒന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി കട കയറി. ഞാൻ നിങ്ങളെ ഒന്നും കാണിക്കാൻ ചെയ്യാം. കാരണം വെച്ചാൽ ഓരോ കട കയറി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് കാണുന്ന നിങ്ങൾക്ക് ഭ്രാന്തെടുക്കും. അത് എല്ലാ കടയിലും കയറിയില്ല. ഒരു കടയിലൊക്കെ ഒരു മാലയ്ക്കുണ്ടല്ലോ 400 രൂപയൊക്കെ വാടക ചോദിക്കുന്നത്, ചെറിയ മാലയ്ക്ക്. ഇത് പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് എടുത്തത് ചെറിയൊരു കടയുമാണ്. 100 രൂപയേ ഉള്ളൂ വലിയ മാലയ്ക്ക്. നമ്മൾ വീഡിയോയിൽ അടുപ്പിച്ച് കാണിച്ചാലും സംഗതി ഇപ്പൊ 3 വട്ടമായിട്ടാണ് 3 വട്ടമായിട്ട് ഈ കട വന്നത്. അതിന്റെ ഓണർ ഇല്ലായിരുന്നു. ആ ഒരു മോനെ ഉള്ളായിരുന്നു. ആ ചെറുക്കനൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിസ്കരിക്കാൻ പോയിട്ട് ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്നിട്ട് വൈകിട്ടാ വന്നത്. പിന്നെ വൈകിട്ട് ഞങ്ങൾ രണ്ടാമത് വന്ന് ഈ സാധനം മേടിച്ചിട്ടാ ഇപ്പൊ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ 3 വട്ടം അലഞ്ഞ് കഥകളാ. പക്ഷെ വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. റേറ്റ് ഇല്ല, പക്ഷെ 2500 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. നമ്മൾ ഇന്നിപ്പം നമ്മൾ കാണുന്നില്ലല്ലോ, അറിയത്തില്ലല്ലോ ഈ മാലയും കൊണ്ട് പോയാലോ. അപ്പൊ 2500 അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ വാടക 300 രൂപയുള്ളൂ. ഇല്ലേ അണ്ണേ? 3 മാലയ്ക്ക് വാടക 300 രൂപയുള്ളൂ. പക്ഷെ അഡ്വാൻസ് ഒരു മാലയ്ക്ക് 400 രൂപ പറഞ്ഞു. ആ എന്തായാലും ലാഭമാണ്. പിന്നെ നാളെ നമുക്ക് ഈ പൈസ തിരിച്ചെങ്കിൽ കിട്ടും. അതുകൊണ്ട് സമാധാനമുണ്ട്. നാളെ വൈകിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇനി മുല്ലപ്പൂ മേടിക്കണം. മുല്ലപ്പൂ ഇപ്പം കടകളിലൊന്നും വന്നിട്ടില്ല. ഇനി സന്ധ്യാമാണെന്നെ പറഞ്ഞു വിടാം. എന്നിട്ട് മുല്ലപ്പൂവും കൂടെ വാങ്ങിച്ചാൽ എൻ്റെ കാര്യമൊക്കെ ഇതായി. ബാക്കി ആ ഒരുങ്ങാൻ വരുന്ന അനിയത്തിയെ കൊണ്ടുവരുന്നത്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കണം. തലവേദന എടുത്ത് പൊട്ടിപ്പുളക്കുന്നു, തല കറങ്ങുന്നു. പൊന്നൂസൻ മോണ്ടനും എന്താ വേണ്ടേ? മാംഗോ ബാർ. മോനുട്ടനോ? മോനുട്ട് അന്നേരെ പറഞ്ഞു കേട്ടോ, നമുക്ക് മാംഗോ ബാർ വേണമെന്ന്. അപ്പം അവർക്ക് മാംഗോ ബാറും ഞങ്ങൾക്ക് ചായയും കുടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ വീട്ടില് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം.
നാളെ കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും പറ്റില്ലല്ലോ. ദേ രാത്രി തന്നെ എല്ലാ സാധനങ്ങളും എടുത്തൊന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അണ്ണൻ്റെ പഴയ കല്യാണക്കോട്ടാണ് കേട്ടോ. അതിലെ ഒരു ബട്ടൺസ് ഇളകിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇടുന്നില്ലെന്നൊക്കെ അണ്ണൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു അണ്ണേ നോക്കതെ എവിടെയെങ്കിലും ഒരു ബട്ടൺസ് കാണുമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതെടുത്ത് ഇനി മേളിലൊന്ന് തച്ച് സെറ്റാക്കണം. പിന്നെ പൊന്നൂന് ഞാൻ ദേ ഈ ഒരു ഫ്രോക്ക് ഇട്ടാലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഫ്രോക്ക് വേണ്ട, ലാച്ച ഇടാൻ കുറച്ച് മിനുങ്ങി ഇരിക്കണമെന്ന്. അങ്ങനെ പൊന്നൂൻ്റെ ലാച്ചയൊക്കെ എടുത്ത് തേച്ച് വെച്ചു. മോനുകുട്ടന് അണ്ണൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോട്ടും സോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും എടുത്ത് തേച്ച് വെച്ചു കേട്ടോ. മക്കളുടെ കൂടെയും നിന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അവരെയും ഒന്ന് മിനുക്കാമെന്ന് വിചാരിച്ചു. ആരുടെയും പുത്തനൊന്നും അല്ല കേട്ടോ, എല്ലാം പഴയ സംഭവങ്ങൾ തന്നെയാണ്. തലേന്ന് രാത്രി എടുത്ത് വെച്ചില്ലെങ്കിൽ പിറ്റേന്ന് ഞാൻ എന്തെങ്കിലും ഒരു സാധനം മറന്നു. എനിക്ക് എപ്പോഴും ഉള്ളതാണ്. കുറച്ച് മറവി കൂടുതലുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള മാലയും വളയൊക്കെ എൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. പന്നലാക്കാതെ ഞാനിങ്ങനെ വെക്കും. പിന്നെ അലകുലത്തായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു 3-4 ബോക്സിലും കൂടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് പ്രെയർ ചെയ്യാനുള്ള വളയും മാലയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും ഞാൻ കല്യാണത്തിന് ഇട്ട നെറ്റിച്ചുട്ടി ഇതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച കല്ലിളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്ക് അണ്ണൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മാല, കമ്മല്, നെറ്റിച്ചുട്ടി. ആ സമയത്തെ കല്യാണത്തിന് വരാൻ നേരം എനിക്ക് കല്യാണത്തിന് തലേന്നിടാൻ വേണ്ടി അണ്ണൻ തന്നെ കൊണ്ടു തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ പൊന്നൂന് ഇട്ട് കൊടുക്കാം. ഈ ലാച്ചയുടെ കൂടെ പൊന്നൂസിന് മാല നല്ലതായിട്ട് ചേരുമായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. പൊന്നൂൻ്റെ മാല എടുത്ത് വെച്ചു, പിന്നെ എൻ്റെ നെറ്റിച്ചുട്ടി എടുത്ത് വെച്ചു, പിന്നെ ഫസ്റ്റ് മാല വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച 3 മാലകളെ ഉള്ളായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ മാലയ്ക്ക് വേറൊരു കളറും താഴെ ഇടുന്ന 2 മാലയ്ക്ക് ഒരേ കളറുമാണ് കേട്ടോ. അപ്പോൾ മേളിലെ മാല കണ്ടാൽ ഗോൾഡാണെന്നൊന്നും തോന്നൂല. ഗോൾഡല്ലെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു കളർ വ്യത്യാസം പോലെ കേട്ടോ. അപ്പോൾ ഇത്രയും മാലകളാണ് ഞാൻ ഇടുന്നത്. 1, 2, 3, 4, 5 മാലകൾ ഇടുന്നുണ്ട് കേട്ടോ. അതിൽ 3 എണ്ണം അവിടുത്തെ 2 എണ്ണം എൻ്റെ സ്വന്തം മാലകളുമാണ്. പിന്നെ കമ്മൽ വാങ്ങാൻ മറന്നുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഗോൾഡിൻ്റെ കമ്മലിടാം, അല്ലെങ്കിൽ 3-4 കമ്മലെടുത്ത് വെച്ചു. പിന്നെ വളയും ഇത്രയും സാധനങ്ങളുണ്ട്. വളയെല്ലാം പല പല കളറിലുള്ളതാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്. പിന്നെ ഒരു കൊലുസ്, എൻ്റെ പണ്ടത്തെ കൊലുസാണ് കേട്ടോ. ഇതും കൂടെ ഇട്ടേക്കാം. കൊലുസാരും കാണാൻ പോകുന്നില്ല, എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിന് വേണ്ടി ഇതേ കൊലുസിടാൻ വേണ്ടി എടുത്ത് വെച്ചു. അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റ്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചി ഇടണം കേട്ടോ. മൈലാഞ്ചി ഇടാതെ എന്തോന്ന് കല്യാണമല്ലേ. അപ്പം മൈലാഞ്ചി ഇടണം. ആ സമയത്ത് എൻ്റെ സുന്ദരൻ ഇവിടെ ഇരുന്ന് തയ്ക്കുവാണ്. കഷ്ടം, ബട്ടൺസ് തയ്ക്കുവാണ് കേട്ടോ കോട്ടിൻ്റെ. അത് കഴിഞ്ഞ് എല്ലാം തച്ചിട്ട് അണ്ണൻ തന്നെയാണ് എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നത്. എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് നമ്മുടെ അച്ച് വെച്ചിട്ടാണ് വരച്ചത്. അണ്ണൻ വരയ്ക്കും കേട്ടോ, പക്ഷേ ഒരുപാട് ടൈം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇനി അങ്ങ് കിടന്നുറങ്ങിയാൽ മതി. രാവിലെ ആകുമ്പോൾ നല്ല ചുമന്നിരുന്നു. ഒരുക്കാനുള്ള ആള് വന്നു. ചായ ഇട്ടില്ല, വേഗം ചായ ഇടാം. അയ്യോ, എന്താടാ തുറക്കാത്ത? അയ്യോ, അച്ചും ഉണ്ടോ? അല്ലോ, എന്ത് കാണാനാ? നീ എന്തിനാ അച്ചു ഉറക്കം കളഞ്ഞ്? ഇവിടെ ഇറക്കിയിട്ടാ തിരിച്ചു കയറ്റാൻ പാടാ. മോനെ നാണ്ടടാ, മതിലിനോട് ചേർത്തിട്ട്. എന്നാലും മതി. വരൂ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ചക്ക ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നടി, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന്. അമ്മാക്ക് ഇത് തന്നെ ജോലി. ബാക്കിയേറി വരൂ, എല്ലാവരും വരൂ. ആരും എണീറ്റില്ല. നീ വിളിച്ചപ്പോഴേ ഞാൻ എണീക്കുന്നേ. എന്തായാലും വിളിച്ച നന്നായി. ഞാൻ ഓടിപ്പോയി പല്ലൊക്കെ തേച്ചിട്ട് ഓടി വന്നയാ. ഇന്നലെ രാത്രി ഞാൻ എല്ലാം ഒതുക്കിയിട്ട് തൂത്ത് തുടച്ച് സെറ്റാക്കിയിട്ട്. വാ, ലൈറ്റ് കിട്ടെ. ഉറങ്ങി കഴിഞ്ഞിട്ട് കളിക്കാം. ഞാനിപ്പോൾ അങ്ങോട്ട് ഫോണൊക്കെ ഓണാക്കി വെച്ചതേ ഉള്ളൂ. അങ്ങോട്ട് പോയി നിൻ്റെ ബണ്ടക്കെട്ടുകളൊക്കെ ഞാൻ എന്നിട്ട് എല്ലാം എടുത്ത് ഇന്നലെ രാത്രിയെ വെച്ച്. കാരണം വെച്ചാൽ എങ്ങനെ വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അല്ലടി, കമ്മലില്ല. പ്രധാന പ്രശ്നം കമ്മലിന് കാര്യം മറന്നുപോയി. പിന്നെ എൻ്റെ കയ്യിലുള്ള കമ്മൽ എടുത്ത് വെച്ച്. എൻ്റെ സ്വർണ്ണക്കമ്മലുണ്ട് വലുത്. പക്ഷേ എൻ്റെ സ്വർണ്ണക്കമ്മൽ എൻ്റെ കാത് താത്തു ഉദ്യോഗിക്കുന്നതുകൊണ്ട് അണ്ണൻ ബർത്ത്ഡേക്ക് തന്നതാ. അത് ഇരിക്കത്തില്ല കേട്ടോ, 1 പവനുണ്ട്. അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞു ഇപ്പം താടി എനിക്ക് ജിമുക്ക് ചേരത്തൂല്ലടി. അല്ല, ഞാൻ അണ്ണനോട് പറഞ്ഞ എനിക്ക് മാറ്റി വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ നീ സ്വർണ്ണക്കമ്മല തന്നെ ഇടാം, അതാ നല്ലത്. പക്ഷെ കളർ വ്യത്യാസമുണ്ട്. മുസ്ലിം ബ്രൈഡ് അല്ലേ, അപ്പം നമുക്ക് വൃത്തിയോട് വരത്തില്ല ഇടുമ്പോഴത്തേക്കിന്.
ആ ഇട്ട് ലാസ്റ്റ് ഇടുമ്പോ ഏത് കമ്മല ചേരുന്ന വെച്ചാ അതിടാടി. ഇതും കൊള്ളാം, നമുക്ക് ഇട്ടിട്ടേ അവസാനം നോക്കാം ഏതാ മാച്ച് ആവുന്നേന്ന്. എന്തായാലും മാട്ടി വേണം കേട്ടോ. ആ മാട്ടി എനിക്ക് ഈ മേക്കാതുകൾ കുത്തിവെക്കുന്നോണ്ട് ഞാൻ മാട്ടി യൂസ് ചെയ്യത്തില്ല, പക്ഷെ ഇട്ടേ പറ്റൂ. കാത് താന്നു ആ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നു, അല്ല കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം കൂടെ പറക്കി വിറ്റപ്പം അത് ഞാൻ പറക്കി വിറ്റ്. ഇതിനകത്ത് പല വളകളിലും കളർ വ്യത്യാസങ്ങളുണ്ട്. വളയൊന്നും മേടിച്ചില്ല ഞാൻ, ആ മൈൻഡിൽ ഒത്തിരി കടയിൽ മാല തപ്പി നടന്നോണ്ടേ. എനിക്കറിയാടി ഒരുപാട് വീഡിയോസിലൊക്കെ. ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല, നീ മിണ്ടാതെ പോ. ഈ കടയിൽ കമ്മലും കിട്ടിയില്ലായിരുന്നു. അതെ, പണ്ടത്തെ പോലത്തെ മാല കിട്ടാൻ ഞാൻ കുറേ നടന്നു. ഇപ്പം എല്ലാം ന്യൂ മോഡലല്ലയോ. ഞാൻ ചായ ഇട്ടിട്ട് വരാടി, ഇപ്പം വരാം. അണ്ണൻ പറഞ്ഞത് നിങ്ങൾ വരുമ്പം ആദ്യം ചായ കൊടുത്തിട്ടേ ഒരുങ്ങായിരിക്കാവൂന്ന്. പക്ഷെ ഞാൻ എണീറ്റ് ഇപ്പം ഇല്ലേ, വെയിറ്റ് വരാം. പാത്തു നമ്മുടെ റിലേറ്റീവ് ആണ് കേട്ടോ. പിന്നെ അച്ഛനെ അറിയാമല്ലോ, ഷാജാൻ്റെ അക്കാടെ മോളാണ് കേട്ടോ. അപ്പം അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി ചായ ഇട്ടു, പിന്നെ കുറച്ച് പലഹാരം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാനും ചോറ് വെക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ചോട്ടിൽ ഇനി ഇരുന്ന് കൊടുത്തല്ലേ പറ്റൂ. 2-3 മണിക്കൂർ എടുക്കും. ഹെയർ സെറ്റ് ചെയ്യാനാണ് സമയമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മുടിയൊന്നും ഇല്ല സെറ്റ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് കാര്യം നടക്കും കേട്ടോ. ഞാൻ ഒരുക്കണ്ട സിമ്പിൾ മതി എന്നാണ് പറയുന്നത്, പഴയ പോലെ. പിന്നെ അവരൊരുക്കുമ്പം അവർക്ക് അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ. കണ്ണ് ഭയങ്കരമായിട്ട് ചൊറിയുന്നു. ഇതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ബസ്സൊക്കെ കാണാൻ പോകാനുള്ളതാണ്. ഇവിടെ സാധാരണ ഇങ്ങനെ പറഞ്ഞ് മൂന്നൂട്ടൻ ഇങ്ങനെ ഒരു മമ്മൂട്ടി ഇതുപോലെ വരുക. അമ്മ മമ്മൂട്ടി അങ്ങനെ. എനിക്ക് ചില സമയം അങ്ങ് ദേഷ്യം വരും. ഞാൻ പറയാം എനിക്കറിയത്തില്ല, അത്താഴത്ത് വരി. അണ്ണ ഇതൊക്കെ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പോയില്ലോടാ, പടം കാണാൻ പോയില്ലയോ? എമ്പുരാൻ കണ്ടതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. സിനിമ കണ്ടിട്ട് വന്നിട്ട് അണ്ണൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ, ഞാൻ പാത്രം കഴുകുക. അപ്പം എൻ്റെ എനിക്കങ്ങ് തലവേദന എടുക്കുന്നു. ആ സിനിമയുടെ ഹാങ് ഓവർ എനിക്ക് മാറിയില്ല. ആദ്യത്തെ 20 മിനിറ്റ് സമയം പോകുന്ന അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഗുജറാത്ത് കലാപമൊക്കെ കേട്ടോ. പിന്നെ അങ്ങ് എനിക്കറിയത്തില്ല എന്തുവാ ഓരോ നാടിന്റെ പേരെഴുതി കാണിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഞാൻ സിനിമ കാണുമ്പോൾ ഉറങ്ങത്തില്ല. ഷാന്താനം പറയും എനിക്ക് ജിംഖാന അല്ല ഇന്നലെ കണ്ടേ, മരണമാസ് കൊള്ളത്തില്ലടി വട്ടുപടം. പൊന്നു പറഞ്ഞ അമ്മ നമുക്ക് ഇടിപ്പടം കാണാൻ. പക്ഷെ ഞാൻ പറയുവാന്നേ കോമഡി ആയിരിക്കും, അങ്ങനെ കാണാൻ. വട്ടുപടവാ, പോയി കാണല്ലേ. അയ്യോ ഇങ്ങ് ദേഷ്യം വന്നു. ഞാൻ എന്നിട്ട് ഇന്നലെ പറയുവാന്നേ, അണ്ണ ഇല്ലയോ പറഞ്ഞത് പിന്നെ എമ്പുരാൻ കണ്ടിട്ട് ഹാങ് ഓവർ മാറില്ല. എനിക്കിത് കണ്ടിട്ട് ഹാങ് ഓവർ മാറാത്തത്. ടോവിനോ തോമസ് പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ പടവാ, അടിപൊളിയാണ്. എന്തോ അവൻ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു ബസ്സിനകത്ത് കിടന്ന്, പിന്നെ വലിയ പൈസ ചെലവില്ലാത്ത പടവാ. ആകെ 5 പേരെയായി കാണിക്കുന്നത് മൊത്തം. അണ്ണേ വാ. അണ്ണൻ പോയി താടി ഒതുക്കുമ്പം എന്നെ വിളിക്കണം. എന്നിട്ട് ആ NK പോയി എനിക്കൊരു ഷേപ്പർ മേടിക്കണം. അണ്ണ എന്നെ ഫോൺ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം മാട്ടിയോ എയർ ചെയിനോ എന്നെ വിളിച്ചാൽ മതി അണ്ണേ. മോനുട്ടാ ദാണ്ട അച്ചു വന്നിരിക്കുന്നത്. അല്ല അണ്ണ എന്നെ വിളിക്കുമല്ലോടി, അപ്പൊ ഫോട്ടോ ഇട്ട്. മോനുട്ടേ നിക്കർ ഊരിട്ടേ രാത്രി കിടക്കോട്ടോ, അവന് ഭയങ്കര ചൂടാ. നിക്കർ അല്ലെങ്കിൽ നിക്കർ ഇട്ടാ ഉടുപ്പ് ഊരി കളയും. ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഇവ ഉറങ്ങി. അപ്പം ഞാൻ പാൻറ് ഊരിയും കളഞ്ഞിട്ട് ഇട്ടത്. കാരണം ജീൻസ് ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ ഭയങ്കര ചൂടല്ലയോ. അപ്പം ഇറങ്ങി വരാൻ നാണക്കേട്. ഇല്ല, ചായ കുടിച്ച് ഇതും കൊടുത്ത്. എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കണം. ചുമ്മാ ഒരു 8:30 ആയപ്പോൾ വന്നില്ല എണ്ണേ. എന്തേലും കാപ്പി കുടിച്ചിട്ടാണേ വന്നേ. അല്ല എന്തേലും മേടിക്കണ്ണേ. മോനിട്ട് അപ്പുറത്ത് ബാത്റൂമിൽ പോ. അണ്ണേ അതുകൊണ്ട് ചായ ഇരിക്കുന്ന അണ്ണ എടുത്ത് കൂടിയെന്ന്. എന്നെ വിളിക്കണേ അണ്ണേ പോയിട്ട്. ഞാൻ ഈ സാരിയുടെ കളർ ഓർത്ത് വെച്ചോ.
ആ അച്ചുവിന് എന്നെ പള്ളു പറയുന്നത്. ആ സ്വർണ്ണമൊന്നും അല്ല അണ്ണ അവിടെ പോയിട്ട് മാട്ടി സ്വർണ്ണ കളർ തന്നെ. അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ഒരുപാട് മോഡൽ കാണും. അവിടെ ചെന്നിട്ട് അണ്ണ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ഈ കളറിലെ ഷേപ്പർ കോട്ടൺ ഷേപ്പർ അണ്ണന് അറിയാം. നമ്മൾ നീല മേടിച്ചില്ലേ ഷേപ്പർ എന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് ഈ കളറിലുള്ള കോട്ടൺ ഷേപ്പർ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നെ വിളി. ആണണ്ണേ പാവാട മറ്റില്ല ഷേപ്പായിട്ട് കിടക്കുന്ന പാവാട ഇല്ലേ ഇന്നാൾക്ക് നീല സാരിക്ക് മേടിച്ചില്ലേ അത് എനിക്കേലേ ഉള്ളൂ. ആ രാധാസിലും ഉണ്ട്. ഇപ്പൊ അണ്ണ എവിടെ പോന്നേ? താടി ഒതുക്കാൻ എവിടെ പോവാ? താടി ഒതുക്കാൻ എവിടെ പോന്നേ? ഓ അല്ല അവിടെ കാണോ ഇല്ല മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കത് അവിടെ അണ്ണൻ പോന്ന ആ അമ്മമാരുടെ കടയിലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പം. അയാളേലും പോ. ശരി എന്നാ എന്നെ 11 മണിയായി. അവൻ വരുത്തൊന്നുമില്ല. അവൻ 1 മണിക്കേ വരൂ. സാരി ഉടുക്കാൻ വേറെ ചേച്ചി അത് 12 മണിയാകുമ്പോഴേ വരൂ. അതല്ല ഞാൻ പറഞ്ഞത്. അഥവാ പിന്നെ ബിരിയാണി ആയെങ്കിൽ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാൻ അതില്ലേ നല്ലത്. ഇനിയിപ്പോൾ ഇനിയും പൊറോട്ട കൊടുക്കണ്ട ബിരിയാണി വാങ്ങിച്ചോണ്ടേ. ശരി ടാറ്റ. മതി അപ്പോഴത്തേക്ക് ഇവള് തീരൂ. അന്നേരം ബിരിയാണി കട ബിരിയാണിയായി കാണും. അല്ലെങ്കിൽ സംസത്തിൽ നിന്ന് മേടിക്കും. ശരി ബൈ ബൈ. അണ്ണ എവിടുന്നേലും എന്തേലും മേടിച്ചിട്ടുണ്ടോ? അപ്പോ ടാറ്റാ. ഞങ്ങളമ്മ ഇങ്ങനെയാ ഞങ്ങളമ്മ ഇങ്ങനെയായോണ്ട ഒത്തു പോകുന്നത് അറിയാമോ? അന്നെ പൊന്നു അച്ഛനെ കൂടെ വിളിച്ച് കളിപ്പില്ല. അച്ഛൻ വന്ന് നിങ്ങളുടെ കൂടെ കളിക്കാനാണ്. പൊന്നു ചെന്ന് കുളിക്കുമ്പോ മുടി നനയ്ക്കണ്ട കേട്ടോ. തല നനയ്ക്കാതെ മുഖവും ദേഹവും ഒക്കെ സോപ്പിട്ട് കഴിയാതെ. അച്ഛന് കളിക്കണോ? അച്ചു ഇവരോട് കളിച്ചോ? അച്ഛൻ നിന്നെയാ നോക്കുന്നത്. ഞാൻ കളിച്ചാൽ മുടി കിടക്കുന്നുണ്ടാ? ഇവളുടെ മുടിക്ക് കട്ടിയില്ലടി. കാരണം ഈ സ്വിമ്മിങ്ങിന് പോയിട്ടേ രാത്രിയിലേ നിങ്ങൾ നല്ല രീതിയിൽ മുണ്ട കെട്ടി വെച്ചിട്ട് കിടത്താവും. പെട്ടെന്ന് ചടയാവും. പെട്ടെന്ന് ചട പിടിക്കും. പക്ഷേ മുടി നല്ലതാ, ഉള്ളില്ല അധികം. എൻ്റെ കൂട്ടം മോനുകൂട്ട അമ്മ പറഞ്ഞ മനസ്സിലായോ? ഇച്ചിരി കഴിഞ്ഞ് പോയി കുളിക്കണം കേട്ടാ. കുളിച്ചാണ്ട് മോനൂട്ട ഇനി സൂട്ടും കോട്ടും ഒക്കെ ഇടുന്നത്. സൂട്ടും കോട്ടും എത്ര വർഷം മുമ്പുള്ളതാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ 3-4 വർഷം മുമ്പുള്ള ഞാൻ അത് അന്ന് വലുതായിരുന്നു. ഞാൻ കുറച്ച് തച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ അങ്ങ് അയച്ചു കളഞ്ഞു. പരുവായിരിക്കും. ഈ പിള്ളേർ വണ്ണം വയ്ക്കുന്നില്ലല്ലോ, നീളം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവനിങ്ങനെ അങ്ങനെയുള്ള വിഷമവും ഇല്ല. ചിണ്ടിരിയായി. അവളുടെ മുടി ഒന്ന് ഇതാക്കി കൊടുക്കണേടി. ഈ അയൺ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല രസമായിരിക്കും. നമുക്ക് അടുത്തതിന് ഇരിക്കാം. നിങ്ങൾ ദാഹിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ഒരു മടുപ്പുള്ള പരിപാടിയാണ്. എത്ര നേരമായി ഇല്ലയോ? നിനക്ക് ഇഷ്ടമുള്ള ജോലിയാ. അതുപോലെ എനിക്ക് വീഡിയോ എടുക്കുന്നതും എനിക്ക് മടുക്കത്തില്ല. അന്ന് എന്നെ ഒരുക്കിയത് ഞങ്ങളുടെ നാട്ടിലുള്ള വീടിൻ്റെ അടുത്തുള്ള ആമിന മാമി എന്ന് പറഞ്ഞൊരു മാമിയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ സാധാരണ രീതിയിൽ വകുപ്പെടുത്ത് ഞാൻ ചെയ്യുന്ന പോലെ മുടി ചെയ്യിട്ട് ബാക്കിൽ നീളമുള്ള തിരുപ്പം വെച്ചിട്ട് പിന്നിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ഫ്രണ്ടിലോട്ട് പൂ ഒരുപാട് കിടക്കുന്ന പോലെ അന്ന് ഇട്ടത്. ഇതിപ്പോൾ അവൾ പുതിയൊരു മോഡലാണെന്ന് പറഞ്ഞാണ് ചെയ്ത് തന്നത്. അധികം മുടി നീളത്തിൽ കിടക്കുന്നില്ല. അപ്പോൾ എന്നോട് 3-4 ഫോട്ടോ അയച്ച് എന്നിട്ട് എങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മതിയെന്ന്. ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള അവസ്ഥ എനിക്കറിയില്ല, എൻ്റെ മുഖത്തിന് ചേരുവോ ഇല്ലയെന്ന്. എന്തായാലും ഹിന്ദു ബ്രൈഡിനൊക്കെ ആണെങ്കിൽ ഈ സെറ്റ് അടിപൊളിയായിട്ട് രസമായി. സാധാരണ അണ്ണനും വന്നു. എനിക്കുള്ള ബിരിയാണി ആയിട്ട് സാധാരണ വന്നു. എന്താ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും നിങ്ങൾ ബിരിയാണി ഇല്ലാതെ പോയിട്ടുണ്ടോടാ? ഇതാണ് ഞങ്ങൾ
എന്നാ ആ അണ്ണേ ആ പ്ലാസ്റ്റിക്കുകാർ വന്ന് ഞാൻ കൊടുത്തു. തുടങ്ങാം. ആ അവന്മാരോട് 1 മണി പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞില്ലേ 1 മണി പറഞ്ഞാൽ അവന്മാർ 10 മണിയാകുമ്പോഴേ വന്നില്ല. സമയമില്ല. ബാ ബാ ബാ. ഷോ കാണിച്ച ആ കാർഡിൽ ഞാൻ എടുക്കുകയാണ്. ഞാൻ സിംബണി അല്ല എന്നെ പറഞ്ഞത്. സിംബണിയുടെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാടുള്ള എവിടെയെങ്കിലും പോവാം. കാടുള്ള എവിടെയെങ്കിലും പോവാൻ നീ അണ്ണനെ എവിടെ പോണോന്നാ പോവാ. പോന്ന വഴി മഴ പെയ്യല്ലേ. ചെമ്മല മഴ പെയ്യൂടാ. കണ്ടോ ഈ ആ ഏരിയ മഴ ഉള്ളതുകൊണ്ട് എപ്പോഴും മഴ. ഞാൻ തന്നെയാന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. വേറെ ഒരാളെ പോലെ അവള് എന്നും ഇത്ര ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും രസമായിരുന്നു. ഓനോട്ട് അമ്മായി കാണാൻ എങ്ങനെയുണ്ട്? ആയോ അമ്മ? മക്കൾ അവിടെ പിന്നെ ഇല്ല അമ്മച്ചിയുടെ മടി ഇരുന്ന് ശരിയാവത്തില്ല. അതിന് തങ്കമല്ലേ ആ സോഫയിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ വെളിയിലുണ്ട്. ചേട്ടന്മാരുടെ കൂടെ പോയി കളി. അല്ലെങ്കിൽ അറിയാം ചേട്ടന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പൊന്നുവിന്റെ മുടി ഉണക്ക് പൊന്നു. ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്തത്തെ അണ്ണൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് അതൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനൊരു ആഗ്രഹം പറയുമ്പോൾ ആ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അവർക്ക് ആ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവുന്നതും സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരാളെ കിട്ടുന്നതും പടച്ചോൻ സഹായിച്ച് വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിങ്ങൽ വരുന്നു മനസ്സിൽ. അണ്ണൻ്റെ ബിരിയാണിയൊക്കെ വെച്ചു. സാലഡും അച്ചാറും ചെറിയ ഇതിലാണ് കിട്ടി കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ട്. ഇതേ അണ്ണൻ്റെ അമ്മ പാത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട വരിക്കച്ചൊക്കെ പഠിപ്പിച്ചതാണ് കേട്ടോ. അത് നമുക്ക് പിന്നെ കഴിക്കാം, വെച്ചേക്കാം. ആ സമയത്ത് ഇതേ സാരി ഉടുക്കാനുള്ള ആൾ വന്നു. ഇതാണ് എൻ്റെ കല്യാണ സാരി. എൻ്റെ പൊന്നെ എനിക്കറിയില്ല എന്തോ പറയണത്. ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ നൂത്തൊക്കെ ഇട്ടപ്പോൾ ഒരു ഭയങ്കര വികാരമൊക്കെ വന്നു. കാരണം വെച്ചാൽ ഈ സാരിയുടെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. അണ്ണൻ എന്നെ കൊണ്ടുപോയാണ് ഈ സാരി സ്വയംവര സിൽസിൽ നിന്നാണ് എടുത്തത്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ പെണ്ണിനെ കൊണ്ടുപോയി എടുക്കുന്നത് ശരിയല്ല, ഒരു പുതുമ കാണില്ല, തലേന്ന് മൈലാഞ്ചി ചടങ്ങിന് കൊടുക്കുന്നതാണ് നല്ലത്, അന്നേരം കണ്ടാൽ മതിയെന്ന്. പക്ഷെ അണ്ണൻ പറഞ്ഞു ആ പുതുമയൊന്നും വേണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി തന്നെ അവൾ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി എടുത്തതാണ്. ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഇതാണ് പെണ്ണിനെയൊക്കെ കൊണ്ടുപോയി എടുക്കുക എന്നൊക്കെ. അതൊന്നും വകവയ്ക്കാതെ അണ്ണൻ എന്നെ കൊണ്ടുപോയി എനിക്കിഷ്ടമുള്ള സാരി വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് സാരി കേട്ടോ. അങ്ങനെ ഓരോ സാധനത്തിൻ്റെ പിന്നിൽ നമുക്ക് ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്, കുറേ പ്രിയപ്പെട്ട മനുഷ്യരും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ സാരിയൊക്കെ ഉടുത്തു. എനിക്ക് അകത്തെന്തോ ഒരു ഉള്ളിലൊരു വിങ്ങലും വിഷമവും സങ്കടമൊക്കെ വന്നു. പിന്നെ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല, പിടിച്ചു നിന്നു. അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ടിട്ട് കരഞ്ഞ് വരികയല്ലേ. കാരണം വെച്ചാൽ എനിക്ക് സങ്കടമോ സന്തോഷം വന്നാൽ ഞാൻ കരയും കേട്ടോ. ചേച്ചി പറയാം ഇവിടെ ഒരു ഇത് വേണമായിരുന്നു. പക്ഷെ അതിൻ്റെ കാര്യം വേണം. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി പോകുന്ന വഴിക്കൊന്നും സമയമില്ല, ഉള്ളതൊക്കെ മതി. രാവിലെ തുടങ്ങിയതാണല്ലോ ഒരുക്കം. സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ലിപ്സ്റ്റിക്കും ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കും കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഞാനും പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആകെ 4 കസേരയേ ഉള്ളൂ കേട്ടോ. നമുക്ക് 2 കസേര ഉള്ളത് ഒടിഞ്ഞു പോയി. പിന്നെ പുതിയ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിളും കസേരയൊക്കെ പുതിയത് വാങ്ങാനുള്ളതെന്ന് കരുതിയിട്ടാണ് വാങ്ങാതെ ഇരുന്നു. അതുമല്ല നമ്മൾ വീട്ടിൽ 4 പേരേ ഉള്ളല്ലോ, ഇങ്ങനെ വിശേഷം വരുമ്പോഴാണല്ലോ ആൾക്കാർ വരുന്നത്. അങ്ങനെ ഉള്ള 4 കസേരയിൽ അവരെ എല്ലാം ഇരുത്തി കൊടുത്തു. പൊന്നൂനും അച്ഛനും കൂടി സെറ്റിയിൽ ഇരുത്തിൽ കയ്യിൽ ബിരിയാണിയും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കാൻ അണ്ണൻ പറഞ്ഞു നീയും പോയി കഴിക്കും, ഞാൻ അവർക്കെല്ലാം വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പുതിയ വീട്ടിൽ ജോലിക്കാരും ഇല്ല, അണ്ണനും ഫ്രീ ആയിരുന്നു കേട്ടോ. അണ്ണൻ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് തന്നെ ഇതങ്ങ് ഒരുങ്ങി തീർത്ത് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്.
പിന്നെ അരപ്പട്ടയും കൂടെ ഉണ്ടെങ്കിൽ രസമായിരുന്നു. ഞാൻ വണ്ണം വെച്ചപ്പോൾ ഭയങ്കര വൃത്തിയേടല്ല ഫ്രണ്ട്സ്. ഫോട്ടോയിൽ പണ്ട് ഒരുങ്ങി നിന്നപ്പോൾ നല്ല സ്ലിം ആയിരുന്നു, രസമായിരുന്നു. പിന്നെ ദേ ഫുഡൊക്കെ കഴിച്ച് വേഗം മാലയും വളയെല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് മോനുകുട്ടനെ ഒന്ന് സെറ്റാക്കി പൊന്നു പിന്നെ ഒരുങ്ങി നിൽക്കുക. മാലയും വളയൊക്കെ ഇട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു മണവാട്ടിയുടെ ഫീലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പഴയ പോലെ എന്തായാലും ആയിട്ടില്ല കേട്ടോ. പഴയ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു വിഷമം എനിക്ക് പഴയ പോലെ ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ട്. എടാ മര്യാദയ്ക്ക് പാൻറ് തപ്പിപ്പിടി. എടാ ഞാൻ ഒരുങ്ങിക്കൊണ്ട് നമ്മൾ പാൻറ് കൊണ്ടുവന്ന് എന്നിട്ട് ഇപ്പം പറയാൻ കാണുന്നില്ല. മര്യാദയ്ക്ക് പോയി കണ്ടുപിടിച്ചോ. ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ ചുമന്ന പാൻറ് അതാ കൊണ്ടുവച്ച് തട്ടി. മോനെ പാൻറ് കണ്ടുപിടി മോനെ. ഞങ്ങളിപ്പോ ഇറങ്ങി ഞങ്ങളുടെ പാട്ടിന് പോകും. ഇത് ഞാനേ സ്പ്രിങ് ആക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡലല്ലോ, എനിക്ക് വേണ്ട പഴയ മോഡലല്ലേ വേണ്ട. സ്പ്രിംഗ് ആക്കണ്ട. ഞാനിപ്പോൾ പഴയതാണെന്നോന്ന് എനിക്ക് തോന്നിയില്ല. അത് എന്തുകൊണ്ടായിരിക്കും? നീ ആ ചെറുക്കൻ്റെ പാൻറ് കണ്ടുപിടിച്ചൂടെ? എനിക്ക് സമാധാനം ശരിയായോടി. പോസ് തരാൻ ഞാൻ. ഇതാരും ഇത് തന്നെ പോയിട്ട് പോയിട്ടിട്ട് മുടിയൊക്കെ ചെയ്യുക. ആ പോ അവിടുന്ന്. തേച്ചതാ ഇന്നലെ രാത്രി. അത് ഇടാതിട്ടുന്നില്ലേ പൊട്ടോ. ശരിയല്ലേ? ഈ വയറൊന്നും അറിയുന്നില്ലടി. ആന്നടി ഇന്നലെ ഞാൻ കുറ്റം പറഞ്ഞ ഈ വയറൊന്ന് അകത്തോട്ട് കയറ്റണമെന്ന്. സുന്ദരനായി സുന്ദരൻ. പക്ഷെ മുടിയുടെ വെച്ച് കുറവുള്ള അയ്യോ പഴയല്ല എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇറങ്ങാം നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഗ്ലാമർ ആയിരുന്നു പണ്ട്. കല്യാണ വീഡിയോയോ? ഞങ്ങളുടെ ക്യാമറാമാനോടൊപ്പം സാലിഹ. പണ്ടത്തെ ഫോട്ടോയും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഫോട്ടോയും തമ്മിൽ എന്തോ തോന്നിയടാ? ഒരുപോലെ ആണെന്ന് വല്ലതും തോന്നിയോ? ദാണ്ട് പേര് ഇറങ്ങുന്നത്. പക്ഷെ എനിക്കെന്തോ അണ്ണൻ എന്തോ തോന്നി അണ്ണേ? എന്റെ ഇപ്പൊ മോൻ കണ്ടിട്ട് ഞാൻ ഒരുങ്ങിപ്പോ എന്തോ തോന്നി? അതല്ല എനിക്കെന്തോ എനിക്ക് ഓവർ അവളെ നന്നായിട്ട് ഒരുക്കി. പക്ഷെ ഇപ്പോഴത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് വരുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലല്ലോ. ഞാൻ നേരത്തെ സാധാരണ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കറുത്ത പോലെ എണ്ണം പറയാൻ കറുത്തിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ അങ്ങ് മാറുന്നുണ്ട്. പക്ഷേ എന്നാലും പണ്ടത്തെ ആ ഒരു ഇതില്ല. പണ്ടെന്ന് വെച്ചാൽ വലിയ മേക്കപ്പ് ഒന്നുമില്ല. അന്ന് എന്തോ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സാരി കൊടുത്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഐലാഷ് അതൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ലെയർ മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരെ ഒരുക്കി വരും. എടാ എന്തെങ്കിലും തോന്നിയോ? പറ. ഞങ്ങളുടെ ക്യാമറാമാന്മാരും ഞങ്ങളുടെ ശിങ്കികളും. അമ്മായി അത്തായം കണ്ട് എന്താ തോന്നി? അടിപൊളി. പക്ഷെ അത്തായെ കാണുമ്പോ മുടിയില്ല. നേരത്തെ മുടിയുണ്ട്. അത് കുഴപ്പമില്ല. അത്ത പ്രവാസിയായപ്പോ മുടി പോയത്. അത് നമ്മള് മൈൻഡ് ചെയ്യണ്ട. വലിയ കാര്യം പറയാൻ വരുവാന്നുണ്ട്. എടാ പണ്ടത്തെ ഫോട്ടോയിലെ പോലെ ഒരുങ്ങിയോടാ. പക്ഷെ എനിക്കിത് എനിക്ക് വേറൊരു ആളായിട്ട് എനിക്ക് എന്നെ തന്നെ വേറെ ആരോ പോലെ കുറച്ചും കൂടെ ഗ്ലാമർ കൂടുതല് രണ്ടുപേർക്കും ഉണ്ട്. ഒരാള് പറഞ്ഞ രണ്ടുപേരും അടിയുണ്ടാവും. അവളെ ഇങ്ങനെയൊക്കെ തന്നെ പറയും. അപ്പൊ നമുക്ക് ഇന്ധനം നിറച്ചിട്ട് തെമ്മല തന്നെ ആണെന്നുണ്ടെ പോകുന്നത്. തെമ്മലയ്ക്ക് മുമ്പ് പോലെ സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തണേ. ആ അത്രയും നേരം ഇരിക്കണ്ടല്ലോ.
അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഷൂട്ട് ആരംഭിച്ചു. മാലയൊക്കെ പനലായി. ഞാൻ സംസാരിക്കാൻ മൈക്കും എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കും. അവിടെ ഇവിടെ നല്ല വണ്ടി പോകുന്ന സ്ഥലം കേട്ടോ. പൊന്നൂസ് റെഡിയായി നിൽക്കുമോ ഫോട്ടോ എടുക്കാൻ. വരൂ മണവാളൻ, വരൂ വരൂ. സാധാരണ ഈ ഡ്രസ്സ് ഭാഗമായത് തന്നെ വലിയ കാര്യം. അതെ, ബസുക്കയിലെ മമ്മൂട്ടി എടുക്കാം. ഇവിടെ നിന്നാ മതിയോ? പൊന്നൂൻ്റെ എടുക്കാനോ? എന്നാൽ ഒറ്റയ്ക്ക് പറഞ്ഞാൽ അവളെ എടുത്തു കൊടുത്തേരാം. അവളൊരു ആഗ്രഹമല്ലേ, എടുത്തു കൊടുത്തോടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കാം. ഷാളുണ്ടായിരുന്നു, ഷാൾ എടുക്കാൻ എന്താ പൊന്നെ? നോക്ക്. ആ അത് പല്ല് കാണിച്ച് ചിരിക്കുന്നില്ല, അതുകൊണ്ട് അല്ലാതെ. അമ്മയുടെ മുഖം പണ്ടത്തെ ദേശീയത്തിലായിരുന്നു. നോക്കട്ടെ. ആയോ നോക്ക്. അയ്യോ ഞങ്ങൾ രണ്ട് വേറെ വേറെ. ഇത്രയും മതിയായിരുന്നു. എന്നല്ലേ അതുപോലെ ആവൂടാ? ആ ഇങ്ങനാവും. ചിരി കറക്റ്റ് ആയോ? നോക്കട്ടെ. പല്ലില്ലല്ലോ. ആരാ? അണ്ണൻ. അതീ പല്ലുണ്ടോ? അയ്യോ അണ്ണൻ പല്ല് കാണിച്ച് ചിരിക്കണേ. നീ അല്ലേ പറഞ്ഞ അണ്ണൻ ഞാനാ കാണിക്കാത്ത. പല്ല് കാണീര്. ആ ഇന്നാ ഫോൺ ആരെങ്കിലും പിടിക്കൂ പ്ലീസ്. അപ്പൊ ഗൈസ് അത്തായമ്മേന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണേ. ഇതാണ് നമ്മുടെ 2 ക്യാമറമാൻ. ഞാൻ നോക്കുമ്പോ ആ ഫോട്ടോക്കകത്ത് എനിക്ക് നല്ല മെലിഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് ഭയങ്കര തടിച്ചായിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ വരും. ഇനി അടുത്ത പോസ് ചെയ്താ ഇങ്ങനെ അമ്മ അമ്മച്ചി നിങ്ങൾ അത്ത അമ്മായി എടുക്കുന്ന ഒരു വീഡിയോ എടുക്ക. അത് നടക്കത്തില്ല മോനെ. നോക്കണേ പറ്റുമോ? അല്ലെ ബാക്ക്ഗ്രൗണ്ട് നോക്കണേ. ആ കൈ നടുവിന് ഉമ്മയൊന്നും ഇല്ലല്ലോ. ഉമ്മയുണ്ടോ? ഉമ്മയുണ്ടോ? ആ എന്നാ ഒരു ഉമ്മ അന്നേരം. അടുത്ത് തന്നെ അങ്ങനെ നിന്നാ അപ്പൊ ഗൈസ് അമ്മായി കാണാൻ ഒരു സബ്സ്ക്രൈബർ നിർത്തി കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു ആഗ്രഹം സാധിച്ചു ഫ്രണ്ട്സ്. എനിക്ക് പണ്ടത്തെ 10 വർഷത്തിന് മുമ്പുള്ള ലുക്ക്. പക്ഷെ ഞങ്ങൾ അണ്ണൻ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര മാറ്റമൊക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ, പഴയ ഫോട്ടോ പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് അങ്ങനെയാണല്ലോ. പിന്നെ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഈ സാരി ഉടുത്ത് നിന്നപ്പം കല്യാണത്തിൻ്റെ അന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് എന്തോ കൊച്ചിലെ അറിയാവുന്ന ഒരു 8-9 വർഷം സ്നേഹിച്ച്. പക്ഷെ അങ്ങനല്ല, ഭയങ്കര ടെൻഷനായിരുന്നു അന്ന്. എൻ്റെ മനസ്സ് അത്താടെ അമ്മാടെയൊക്കെ കൂടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ ഒരേ നാടാണ്. അപ്പം നമ്മൾ കൊച്ചിലേ മുതലേ ഈ കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഈ വയസ്സായ ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന ഓരോ കുറ്റങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരേ നാട്ടുകാരും കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. ആ ചോറതൊക്കെയോ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് എൻ്റെ മനസ്സ് മൊത്തം എനിക്കായിരുന്നു. ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി, ടെൻഷൻ. അപ്പം എന്തുവാ സാധാരണ കൊച്ചിലെ വീട്ടുകാരിക്കും നിങ്ങൾ പിന്നെ പ്രേമിച്ചില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ ആ ഒരു ടെൻഷൻ നമുക്ക് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ഈ അണ്ണനോട് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞത്, അയ്യോ പഠിച്ചവനെ എൻ്റെ ശരികളിൽ ഒന്നാവണേന്ന് ഞാൻ പറഞ്ഞത്. അന്ന് അണ്ണ എന്നോട് പറഞ്ഞ് നിനക്ക് വട്ടായോണ്ടാണ് കേട്ടോ. പിന്നെ അത്ത ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടു തരികയോ ഒരുങ്ങിയിരിക്കുന്ന റൂമിൽ. അപ്പം ഞാൻ പറയുക അത്ത ചോറൊക്കെ തെകിയോ എല്ലാം കറക്റ്റാണോ? അപ്പം അത്രയും മക്കളെ അതൊക്കെ ഓക്കെയാണോ, ഒരു പ്രശ്നവും ഇല്ലെന്നേ. പക്ഷെ എനിക്ക് ഭയങ്കര എന്തോ അന്ന് ഇത് ഉടുപ്പിങ്ങനൊക്കെ ഒരുങ്ങി നിന്നപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യവും. ഇന്ന് പക്ഷേ ഭയങ്കര സന്തോഷവും ഇതൊക്കെയാണ്. അണ്ണനെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ അത് പറയാനുള്ള കാരണം ഈ വയസ്സായ ആൾക്കാരൊക്കെ പറയും എന്തിനുള്ളായിരുന്നു ചോറാണെങ്കിൽ ആവശ്യത്തിന് തന്നില്ല അങ്ങനെ ഇങ്ങനെ കുറ്റം പറയും. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. ഒരേ നാടല്ലയോ ഇങ്ങനെ കുറ്റം പറയുമോ ആ കൊച്ചിൻ്റെ വീട്ടുകാരങ്ങനെ ഇങ്ങനെ. വേറെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ വീട് വേറെ വേറെ ആണെങ്കിൽ അവർ കഴിച്ചിട്ട് അങ്ങ് പോകുമല്ലോ. ഇത് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടൊക്കെ ഉള്ളൊരു ടെൻഷനും. പിന്നെ നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മുടെ മൈൻഡിലുണ്ടല്ലോ പ്രേമിക്കുന്ന പോലെ അല്ലാതെ. അതുകൊണ്ട് ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നമ്മുടെ കല്യാണത്തിന്
പിള്ളേരുടെയൊക്കെ ഒരു അഹങ്കാരങ്ങളെ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് അങ്ങനെ നിൽക്കത്തൊന്നും ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അച്ഛനൊക്കെ കഴിഞ്ഞു കേട്ടോ ആ സമയത്ത്. പക്ഷേ ഇപ്പോഴത്തേന്ന് വെച്ചാൽ എല്ലാവരും കൂളായിട്ട് പറയും ആ വീട്ടിലെ ചെറുക്കൻ പ്രേമിച്ച് വെച്ചേക്കുവാ. ഇപ്പം അതൊരു ഫാഷനാണ്. പക്ഷേ പണ്ട് ഭയങ്കര ഒരു അപരാധമായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ, എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലാവേ ഇവരെല്ലാവരും കൂടെ പറ്റിക്കിടുമല്ലോ വല്ലതും പറയും, അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും എല്ലാവരും മുമ്പിൽ 10 വർഷം നല്ല കാണിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോയും വിശേഷമൊക്കെ ആയിട്ട് കാണാം. മൈക്കില്ലാട്ടോ, അപ്പൊ ഞങ്ങൾ ഒരുങ്ങിയതും ഈ ഒരു ഇതൊക്കെ മൊമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണേ നമുക്ക് വേണ്ടി. അപ്പൊ ബൈ.